ട്യൂബർക്കുലോസിസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം അറിയേണ്ടത് ട്യൂബർക്കുലോസിസ് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ആ ബാക്ടീരിയ നമ്മൾ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന് പറയും. പിന്നെ അറിയേണ്ടത് ടി ബി ഒരു ക്രോണിക് ഡിസീസ് ആണ്. ക്രോണിക്കും അക്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം പറയാം. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഡിസീസ് ആണ്. അതിന് ഒരുപാട് ടൈം ഡ്യൂറേഷൻ ഇല്ല, കുറച്ച് ഡ്യൂറേഷനേ ഉള്ളൂ. പക്ഷെ ക്രോണിക് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. ഇപ്പൊ ടി ബി എന്ന് പറഞ്ഞാൽ അത് ക്രോണിക് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണെന്ന് ഓർക്കണം. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസിനെ നമ്മൾ MTB എന്ന് ഷോർട്ട് ഫോമിൽ പറയാറുണ്ട്. പിന്നെ ഈ മൈക്കോബാക്ടീരിയത്തിൽ ഉൾപ്പെടുന്ന മറ്റ് സ്പീഷീസുകളുണ്ട്. അവയെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ MTB കോംപ്ലക്സ് എന്നും പറയാറുണ്ട്. അതായത് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് കോംപ്ലക്സ്. TB ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതിൻ്റെ ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക് ആണ് ഗ്രാനുലോമ ഫോർമേഷൻ. ഗ്രാനുലോമ ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മാക്രോഫേജസിന്റെ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു മാക്രോഫേജസ് ഫോം ചെയ്യുന്നതാണ് ഈ ഗ്രാനുലോമ ഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. TB അറിയപ്പെടുന്നത് രോഗങ്ങളുടെ രാജാവ് എന്നാണ്. ആയുർവേദത്തിൽ ഇതിനെ രാജയഷ്മ എന്നാണ് അറിയപ്പെടുന്നത്. അതിനർത്ഥവും രോഗങ്ങളുടെ രാജാവ് എന്നാണ്. കൂടാതെ സ്ഥിസിസ് പൾമോണാലിസ്, കൺസെപ്ഷൻ, ഗ്രേറ്റ് വൈറ്റ് പ്ലേഗ്, വൈറ്റ് ഡെത്ത് എന്നീ പേരുകളിലൊക്കെ TB അറിയപ്പെടുന്നുണ്ട്. ട്യൂബർക്കുലോസിസ് അല്ലെങ്കിൽ ക്ഷയം പ്രധാനമായിട്ടും നമ്മളെ കൂടുതലും കോമൺ ആയിട്ട് ബാധിക്കുന്നത് നമ്മുടെ ശ്വാസകോശങ്ങളെ, ലങ്സിനെയാണ്. അത് നമ്മൾ പൾമണറി TB എന്നാണ് പറയുന്നത്. പൾമണറി TB കൂടാതെ മറ്റ് ശരീരഭാഗങ്ങളിലും TB വരാറുണ്ട്. പല ഉദാഹരണങ്ങളാണ് ഇൻറ്റസ്റ്റൈൻ, കുടലിൽ വരാം. മെനിഞ്ചസ്, തലച്ചോറിന്റെ ആവരണമാണ് മെനിഞ്ചസ്, അതിൽ വരാം. ബോൺ ആൻഡ് ജോയിൻസ്, എല്ലാ ബോൺസിലും വരാം, ജോയിൻസിൽ വരാം. പിന്നെ ലിംഫ് നോഡ്, എല്ലാം എഴുതിക്കുന്നത് ലിംഫ് നോഡാണ്, ലിംഫ് നോഡ്സിൽ വരാം. പിന്നെ സ്കിൻ TB വരാം, സ്പൈൻ TB, അങ്ങനെ എല്ലാ ഭാഗത്തും TB വരാം. TB വരാത്ത രണ്ട് ഭാഗങ്ങളേ ഉള്ളൂ, അത് മുടിയും നഖവുമാണ്. പക്ഷെ മുടിയുടെ വേര്, മുടി ഒരു പിഴുതെടുക്കുമ്പോൾ മുടിയുടെ അറ്റത്തൊരു വെള്ള ഭാഗം ഉണ്ടല്ലോ, അതാണ് അതിന്റെ റൂട്ട്. അവിടെ പക്ഷെ TB വരും, ഹെയറിൽ വരാറില്ല. നേരത്തെ പറഞ്ഞ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസിന്റെ പല സ്പീഷീസുകൾ ചേർന്ന് MTB കോംപ്ലക്സ് രൂപീകരിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. അതിൽ ഉൾപ്പെടുന്ന കുറച്ച് സ്പീഷീസ് പറയാം. മൈക്കോബാക്ടീരിയം ബോവിസ്, ഇത് കൂടുതലും കന്നുകാലികളിലൊക്കെ ട്യൂബർക്കുലോസിസ് പകർത്തുന്ന ഒരു ബാക്ടീരിയയാണ് മൈക്കോബാക്ടീരിയം ബോവിസ്. പിന്നെ മൈക്കോബാക്ടീരിയം ആഫ്രിക്കാനം, മൈക്കോബാക്ടീരിയം മൈക്രോട്ടി, മൈക്കോബാക്ടീരിയം കനേറ്റി തുടങ്ങിയവയുണ്ട്. പിന്നെ മൈക്കോബാക്ടീരിയം ഏവിയം എന്നൊരു സ്പീഷീസ് കൂടെ ഉണ്ട്. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ഒരു എയറോബിക് ബാക്ടീരിയ ആണ്. എന്ന് പറഞ്ഞാൽ ബാക്ടീരിയക്ക് ജീവിക്കണമെങ്കിൽ ഓക്സിജന്റെ സാന്നിധ്യം കൂടിയേ തീരൂ. കൂടാതെ നോൺ മോട്ടലാണ്, അതിന് തനിയെ ഫ്ലജല്ലയൊന്നുമില്ല, അതുകൊണ്ട് തനിയെ അനങ്ങാനൊന്നുള്ള കഴിവില്ല. പിന്നെ ഇതിനൊരു വാക്സി കോട്ടിംഗ് ഉണ്ട്, കട്ടിയുള്ള വാക്സി കോട്ടിംഗ് ആണ്. മൈക്കോലിക് ആസിഡ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 1882 മാർച്ച് 24 റോബർട്ട് കോച്ച് എന്ന സയന്റിസ്റ്റ് TB ബാക്ടീരിയ, അതായത് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് കണ്ടെത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം എല്ലാ വർഷവും മാർച്ച് 24 വേൾഡ് TB ഡേ ആയിട്ട് ആചരിക്കുന്നു. അടുത്തത് ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. 2024 വേൾഡ് TB ഡേയുടെ തീം എന്ന് പറഞ്ഞാൽ യെസ് വി ക്യാൻ എൻഡ് TB എന്നാണ്. അതുപോലെ 2025 യുണൈറ്റ് ടു എൻഡ് ട്യൂബർക്കുലോസിസ് എന്നാണ്. ഈ കട്ടിയുള്ള മൈക്കോലിക് ആസിഡിന്റെ വാക്സി കോട്ടിംഗ് ഉള്ളതുകൊണ്ടാണ് TB ബാക്ടീരിയ അത്ര പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ ബുദ്ധിമുട്ടുള്ളത്. അതുകൊണ്ടാണ് ലോങ് ഡ്യൂറേഷനിൽ ഏറ്റവും കുറഞ്ഞത് 6 മാസമെങ്കിലും മരുന്ന് കഴിക്കേണ്ട, ഒരു മൾട്ടി ഡ്രഗ് യൂസ് ചെയ്ത് മരുന്ന് കഴിച്ച് മാറ്റേണ്ട അവസ്ഥ വരുന്നതിന്റെ മെയിൻ കാരണം ഈ വാക്സി കോട്ടിംഗ് ഉള്ളതുകൊണ്ടാണ്. ഇനി TBയുടെ ഡിസീസിന്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണെന്നാണ്. എയർബോൺ ഇൻഫെക്ഷൻ ആണ് TB, അതായത് വായുവിൽ കൂടെ പകരുന്ന രോഗമാണ്. പൾമണറി TB, അതായത് ശ്വാസകോശ TB ഉള്ള ഒരാൾ, അതും വെറും ശ്വാസകോശ TB ഉള്ള എന്ന് പറയാൻ പറ്റില്ല. കഫത്തിൽ ബാക്ടീരിയ ഉള്ള, അത് കഫത്തിൽ ബാക്ടീരിയ ഉള്ള TB ഉണ്ട്, ഇല്ലാത്ത TB ഉണ്ട്. നമ്മളതിനെ മൈക്രോബയോളജിക്കലി കൺഫേംഡ് TB എന്ന് പറയും. അത് ബാക്ടീരിയ ഉള്ള TB. അതല്ലാതെ ക്ലിനിക്കലി ഡയഗ്നോസ്ഡ് TB ഉണ്ട്, അത് ബാക്ടീരിയ കണ്ടെത്തിയിട്ടില്ലാത്ത TB, അല്ലെങ്കിൽ അതിനകത്ത് ബാക്ടീരിയ ലോഡ് കുറവായിരിക്കും അത്തരം TBകളിൽ. ഇതിൽ പകരുന്ന TB എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ലോഡ് കൂടിയ കഫത്തിൽ അണുക്കളുള്ള TB ആണ് പകരുന്നത്. അപ്പം ഈ കഫത്തിൽ അണുക്കളുള്ള പൾമണറി TB ഉള്ള ഒരാൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഈവൻ ഉറക്കെ സംസാരിക്കുമ്പോഴോ ഒച്ചെടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ ഈ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ, അതായത് വായിലെ ഉമിനീര് ചെറിയ തുള്ളികളായിട്ട് പുറത്തേക്ക് തെറിക്കും. അതിന്റെ സൈസ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്.
ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയയുടെ സൈസ് ലെസ് ദാൻ 5 മൈക്രോൺ എന്നാണ് അന്ന് ആൻസർ തന്നിരുന്നത്. അപ്പം ഈ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയക്കകത്ത് ലക്ഷക്കണക്കിന് ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയ അടങ്ങിയ ഈ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയെ മറ്റൊരാൾ ശ്വസിക്കുമ്പോഴാണ് അയാൾക്ക് ഈ അസുഖം ഉണ്ടാവുന്നത്. കണക്കനുസരിച്ച് ചികിത്സ എടുക്കാത്ത ഒരു വ്യക്തി, അതായത് പൾമണറി TB ആയിട്ടുള്ള അണുക്കളുള്ള ഒരു TB പേഷ്യൻ്റ് ഒരു വർഷം ശരാശരി 10 മുതൽ 15 ആളുകളെ വരെ TB ബാധിപ്പിക്കുന്നതായിട്ട് ആണ് കണക്ക്. ഇനി നമ്മൾ ലേറ്റൻ്റ് TBയെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഇൻഫെക്ഷൻ കിട്ടിയ ഒരാൾ, ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ ശ്വസിച്ച് ഇൻഫെക്ഷൻ ഉള്ളിൽ കിട്ടിയ ഒരാൾക്ക് എല്ലാവർക്കും TB ഡിസീസായി മാറണമെന്നില്ല. ചിലർക്ക് ഈ അണുക്കൾ എന്തായാലും ശ്വാസകോശത്തിനുള്ളിൽ എന്തായാലും വരും. പക്ഷേ അത് പെരുകാനോ അത്യാവശ്യം ലോഡ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അത് പെരുകി ഒരു ഡിസീസായി മാറാനുള്ള കഴിവ് കാണില്ല. അത്തരം ഇൻഫെക്ഷനാണ്, അതായത് ഇൻഫെക്ഷൻ ഉള്ളിലുണ്ട് പക്ഷേ അതൊരു രോഗമായി മാറുന്നില്ല. ആ അവസ്ഥയാണ് ലേറ്റൻ്റ് TB എന്ന് പറയുന്നത്. ലേറ്റൻ്റ് TB ഉള്ളവർക്ക് ഒരു സിംറ്റംസും കാണില്ല, എസിംറ്റമാറ്റിക് ആയിരിക്കും. അതുപോലെ തന്നെ 100 പേർക്ക് ഇതുപോലെ 100 പേർക്ക് ഇതുപോലെ TB ഇൻഫെക്ഷൻ കിട്ടിയാലും അതിൽ 10% ആൾക്ക് മാത്രമേ, അതായത് 10 പേർക്ക് മാത്രമേ അതൊരു ആക്റ്റീവ് TB ആയിട്ട് മാറുന്നുള്ളൂ. ഈ ലേറ്റൻ്റ് TB നമ്മൾ സ്ക്രീനിങ്ങിനൊക്കെ കുറച്ച് ടെസ്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. ആ ടെസ്റ്റുകളാണ് പ്രധാനമായിട്ടും 3 ടെസ്റ്റുകളാണുള്ളത്. TST, ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് അഥവാ മാൻടോക്സ് എന്ന് പറയും. അത് കോമായിട്ട് എഴുതിക്കുന്നേ ഉള്ളൂ, അത് രണ്ടും ഒന്നാണ് കേട്ടോ. TST മാൻടോക്സ് ഒന്നാണ്. പിന്നെ ഇഗ്ര എന്ന് പറഞ്ഞാൽ ഇൻറ്റർഫെറോൺ ഗാമ റിലീസ് അസേ എന്ന് പറയുന്ന അതൊരു മോളിക്കുലർ ടെസ്റ്റാണ്, ബ്ലഡ് ടെസ്റ്റാണ്. പിന്നെ ഈ TST ഇപ്പോൾ അധികം ഉപയോഗിക്കാറില്ല, TST മാൻഡോ ഒന്നും അധികം ഉപയോഗിക്കാറില്ല. അതിന് പകരം ഇപ്പോൾ SITV എന്ന് പറഞ്ഞ് പുതിയൊരു ടെസ്റ്റ് വന്നിട്ടുണ്ട്. അതും ഈ മാൻഡോ അല്ലെങ്കിൽ TST പോലെ തൊലിപ്പുറത്തെടുക്കുന്ന ഇഞ്ചക്ഷനാണ്. എന്നിട്ട് അതിൻ്റെ ആൻറ്റിബോഡിയുടെ അളവ്, അതിൻ്റെ ഇമ്മ്യൂണിറ്റി, തടിച്ചു വരുന്ന ഇഞ്ചക്ഷൻ എടുത്ത ഭാഗത്തെ തടിച്ചു വരുന്നതിൻ്റെ അളവ് എടുത്തിട്ട് അത് തീരുമാനിക്കുന്ന ഒരു രീതിയാണ് SITV. അതുപോലെ തന്നെ ലേറ്റൻ്റ് TB ആക്റ്റീവ് TB ആയി മാറുന്നത് കൂടുതൽ സമയങ്ങളിലും ഇമ്മ്യൂണിറ്റിയിൽ കോംപ്രമൈസ് ഒക്കെ വരുമ്പോഴാണ്. അതായത് പ്രായം കൂടുതൽ ചെല്ലുമ്പോൾ ഡയബറ്റീസ് വരുന്നവർക്ക്, പിന്നെ മറ്റെന്തെങ്കിലും ഇമ്മ്യൂണിറ്റി കുറവുള്ള അസുഖങ്ങൾ, അതായത് HIV AIDS, പിന്നെ ക്യാൻസർ, പിന്നെ ഇമ്മ്യൂണോ തെറാപ്പി ചെയ്യുന്നവർ, അതും അല്ലെങ്കിൽ അവയവ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകളൊക്കെ ചെയ്തവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരുപാട് ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് തന്നെ അവർക്ക് ഈ ലേറ്റൻ്റ് ഇൻഫെക്ഷൻ TB ഡിസീസായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇനിയുള്ളത് ആക്റ്റീവ് TBയെ കുറിച്ചാണ്. ആക്റ്റീവ് TB എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 100 പേർക്ക് ഇൻഫെക്ഷൻ കിട്ടിയാലും അതിൽ 10 പേർക്ക് മാത്രമേ ആക്റ്റീവ് TB ആയിട്ട് മാറുന്നുള്ളൂ. അതിൻ്റെ സാഹചര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഇമ്മ്യൂണിറ്റിയിൽ കോംപ്രമൈസ് വരുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ 10% കേസുകൾ ആക്റ്റീവ് TB ആയിട്ട് മാറും. ഈ ആക്റ്റീവ് TBക്ക് സിംറ്റംസ് ഉണ്ട്. എന്തൊക്കെയാണ് സിംറ്റംസ്? പൾമണറി TBയുടെ സിംറ്റംസ് ആയിട്ടാണ് നമ്മൾ ഈ 4 സിംറ്റം കോംപ്ലക്സ് എന്ന് പറഞ്ഞറിയപ്പെടുന്നത്. അത് എല്ലാ ഹോസ്പിറ്റലിൻ്റെയും ചുവരുകളിൽ എഴുതി വെച്ചിരിക്കുന്ന 2 ആഴ്ചയിൽ കൂടുതൽ ചുമ ഉള്ളത് ഒരു ഒന്നാമത്തെ സിംറ്റമാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ 2 ആഴ്ചയിൽ കൂടുതൽ പനി, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ ഉള്ളത് രണ്ടാമത്തെ സിംറ്റമാണ്. മൂന്നാമത്തെ സിംറ്റം എന്ന് പറഞ്ഞാൽ അകാരണമായിട്ട് വെയിറ്റ് കുറയുക, അതായത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ 5% വെയിറ്റ്, ഇപ്പോൾ 100 കിലോ ഉള്ള ഒരാൾക്ക് 95 കിലോ പെട്ടെന്ന് കുറയുക, അങ്ങനെ കുറഞ്ഞു വരിക, അങ്ങനത്തെ അവസ്ഥയാണ്. പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നൈറ്റ് സ്വെറ്റ്, അതായത് രാത്രി ഉറങ്ങുമ്പോൾ പെട്ടെന്ന് വെട്ടി വീർക്കുക, അതൊക്കെ ഉള്ളതാണ് നൈറ്റ് സ്വെറ്റ്. അപ്പോൾ ഈ 4 സിംറ്റംസാണ് മെയിനായിട്ടും TBക്കായിട്ട് പറയുന്നത്. പിന്നെ സൈറ്റ് അനുസരിച്ച് പൾമണറി TB അല്ലാതെ മറ്റേ എക്സ്ട്രാ പൾമണറി TB ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ സ്പൈൻ TB ആണെങ്കിൽ നടുവേദന ഒരു ലക്ഷണമാണ്. അങ്ങനെ ഓരോ സൈറ്റ് അനുസരിച്ച് ലക്ഷണങ്ങൾ വ്യത്യാസപ്പെടും. എങ്കിലും പൊതുവേ നമ്മൾ പൾമണറി TB വെച്ച് ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ സിംറ്റംസ് പറയാറ്. അങ്ങനെയാണ് ഈ 4 സിംറ്റം കോംപ്ലക്സ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മൈക്രോബയോളജിക്കലി കൺഫേംഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ അതിൽ TB ബാക്ടീരിയയെ കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ മൈക്രോബയോളജിക്കലി കൺഫേംഡ് എന്ന് പറയും. ഉദാഹരണത്തിന് നമ്മുടെ സ്പ്യൂട്ടം കഫ പരിശോധനയിൽ ബാക്ടീരിയയെ മൈക്രോസ്കോപ്പിൽ കൂടി കാണാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ അത് മൈക്രോബയോളജിക്കലി കൺഫേംഡ് TB ആണ്. ഇനി അതല്ലാതെ CB നാറ്റ്, ട്രൂ നാറ്റ് തുടങ്ങിയ മോളിക്കുലർ ടെസ്റ്റുകളുണ്ട്. അതുവഴിയും
ഈ ബാക്ടീരിയകളുടെ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കൺഫേം ചെയ്ത കേസുകളാണ് മൈക്രോബയോളജിക്കലി കൺഫേംഡ് ടി ബി കേസസ്. ഇനി ക്ലിനിക്കലി ഡയഗ്നോസ്ഡ് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക ഭാഗങ്ങളിലുള്ള സാമ്പിൾസ് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ ഇൻറ്റസ്റ്റൈൻ്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ നമുക്ക് ആ സാമ്പിളൊന്നും പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല, സർജറിയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ സർജിക്കലി റിമൂവ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ അതിൻ്റെ സാമ്പിൾ നമുക്ക് കിട്ടുകയും ടെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുകയും ചെയ്യും. പക്ഷേ ചില സങ്കീർണമായ സ്ഥലങ്ങളിലുള്ള മെനിഞ്ചസ് നമുക്ക് സർജറിയിലൂടെ എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഉള്ള സംഭവങ്ങളിൽ നമ്മൾ ക്ലിനിക്കലി അസ്യൂം ചെയ്യുകയാണ്. മറ്റ് സിംറ്റംസ് ഒക്കെ ഉള്ളത് കൊണ്ട് ക്ലിനിക്കലി നമ്മൾ ഡയഗ്നോസ്റ്റ് ചെയ്യുന്നത്, അതായത് ടി ബി ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. മാത്രമല്ല ടി ബിയുടെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ മാറ്റങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം കേസുകളെ നമ്മൾ ക്ലിനിക്കലി ഡയഗ്നോസ്ഡ് ടി ബി എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയാണ് ടി ബിയെ കുറിച്ചുള്ള ഒരു ഫസ്റ്റ് പാർട്ട് ക്ലാസ് വരുന്നത്. ഇനിയും ഒരു 2-3 പാർട്ട് ക്ലാസ് വേണ്ടി വരും ടി ബിയുടെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനായിട്ട്. ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് സംസാരിക്കാം.